UK പുതിയ ഇമിഗ്രേഷൻ നിയമങ്ങൾ പുറത്തിറക്കിയിരിക്കുകയാണ്. കുടിയേറ്റം കുറയ്ക്കുകയാണ് സർക്കാരിൻ്റെ പ്രധാന ലക്ഷ്യം. വൈദഗ്ധ്യമുള്ള ആളുകൾക്ക് കൂടുതൽ അവസരം നൽകും, നിയമലംഘനം തടയുകയും ചെയ്യും. 82 പേജുള്ള റിപ്പോർട്ടിൽ പുതിയ നിയമങ്ങളെക്കുറിച്ച് വിശദമായി പറയുന്നുണ്ട്. പ്രധാനമന്ത്രി കീർ സ്റ്റാർമർ ഈ വിഷയത്തിൽ കഴിഞ്ഞ ദിവസം സംസാരിച്ചിരുന്നു. ഇതൊരു പുതിയ തുടക്കമാണ്. രാജ്യത്തിൻ്റെ അതിർത്തികൾ സുരക്ഷിതമാക്കും. രാഷ്ട്രീയപരവും സാമ്പത്തികവുമായ പ്രശ്നങ്ങൾക്ക് ഒരു പരിഹാരമുണ്ടാകും എന്നാണ് അദ്ദേഹം പറഞ്ഞത്. മുമ്പത്തെ സർക്കാർ കുടിയേറ്റം നിയന്ത്രിക്കുന്നതിൽ പരാജയപ്പെട്ടു. 2019-നും 2023-നും ഇടയിൽ കുടിയേറ്റം വളരെ കൂടുതലായി വർദ്ധിച്ചു. ഏകദേശം 10 ലക്ഷത്തോളം ആളുകൾ കുടിയേറി. ഇത് ബിർമിംഗ്ഹാമിൻ്റെ ജനസംഖ്യയ്ക്ക് തുല്യമാണ്. ഇതൊരിക്കലും നിയന്ത്രണമല്ല, ഇതൊരു കുഴഞ്ഞുമറിഞ്ഞ അവസ്ഥയാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഓഫീസ് ഫോർ നാഷണൽ സ്റ്റാറ്റിസ്റ്റിക്സിൻ്റെ കണക്കുകൾ പ്രകാരം 2019 ജൂൺ വരെ 2,24,000 ആളുകളാണ് കുടിയേറിയത്. എന്നാൽ 2023 ജൂൺ ആയപ്പോഴേക്കും ഇത് 9,06,000 ഉയർന്നു. ഇനി പുതിയ നിയമങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. വൈദഗ്ധ്യമുള്ള തൊഴിലാളികൾക്ക് ഡിഗ്രി നിർബന്ധമാക്കി. കുറഞ്ഞ ശമ്പളത്തിൽ ജോലി ചെയ്യാൻ അനുവദിക്കുന്ന ഇമിഗ്രേഷൻ സാലറി ലിസ്റ്റ് എടുത്തു കളഞ്ഞു. ദീർഘകാലത്തേക്ക് ആവശ്യമുള്ള ജോലികൾക്ക് മാത്രമേ പോയിന്റ് അടിസ്ഥാനത്തിലുള്ള നിയമം ബാധകമാകൂ. പുതിയ നിയമങ്ങൾ രാജ്യത്തിൻ്റെ സാമ്പത്തിക വളർച്ചയ്ക്ക് ഉതകുന്നവരെ മാത്രം തിരഞ്ഞെടുക്കും. ഉയർന്ന വിദ്യാഭ്യാസം നേടിയവർക്കും വൈദഗ്ധ്യമുള്ള തൊഴിലാളികൾക്കും മുൻഗണന നൽകുമെന്നാണ് UK ഹോം ഓഫീസ് പറയുന്നത്. തൊഴിൽദാതാക്കൾക്ക് പുതിയ പരിശീലന പരിപാടികൾ നൽകണമെന്നും ഹോം ഓഫീസ് കൂട്ടിച്ചേർത്തു. തൊഴിൽദാതാക്കൾക്ക് പരിശീലനം നൽകുന്നതിലൂടെ വിദേശികളെ ആശ്രയിക്കുന്നത് ഒഴിവാക്കാം. 2019-നും 2023-നും ഇടയിൽ കുടിയേറ്റം 4 മടങ്ങ് വർദ്ധിച്ചത് തടയാൻ ഇത് സഹായിക്കും. ലേബർ മാർക്കറ്റ് എവിഡൻസ് ഗ്രൂപ്പ് എന്നൊരു പുതിയ ടീം ഉണ്ടാകും. അവർ ജോലിയുടെ ആവശ്യകതകൾ പഠിച്ച് റിപ്പോർട്ട് നൽകുമെന്നും ഹോം ഓഫീസ് വ്യക്തമാക്കുന്നു. മുതിർന്ന ആളുകളെ പരിചരിക്കുന്നതിന് ഇനി പുതിയ വിസകൾ നൽകില്ല. നിലവിൽ UKയിലുള്ള വിസ ഉടമകൾക്ക് 2028 വരെ വിസ പുതുക്കാനോ മാറ്റാനോ സാധിക്കും. ഒരു പുതിയ നയം വരുന്നത് വരെ ഇത് തുടരും. വിദേശ വിദ്യാർത്ഥികളെ സ്പോൺസർ ചെയ്യുന്ന കോളേജുകൾക്ക് കൂടുതൽ നിയമങ്ങൾ ബാധകമാകും. മോശം നിലവാരത്തിലുള്ള കോളേജുകളിൽ വിദ്യാർത്ഥികളുടെ എണ്ണം കുറക്കും. പഠനം കഴിഞ്ഞാൽ ഗ്രാജുവേറ്റ് വിസയിൽ 18 മാസം മാത്രമേ UKയിൽ താമസിക്കാൻ കഴിയൂ. നിലവിൽ ഇത് 2 വർഷമായിരുന്നു. കുടുംബ വിസ നിയമങ്ങൾ ലളിതമാക്കും. ആർട്ടിക്കിൾ 8 ഉപയോഗിച്ച് നാടുകടത്തുന്നത് തടയുന്നത് നിയന്ത്രിക്കും. ആർക്കൊക്കെ UKയിൽ താമസിക്കാമെന്ന് പാർലമെൻറ്റ് തീരുമാനിക്കും. വിദേശത്ത് കുറ്റം ചെയ്തവരെ നാടുകടത്തുന്നതിനുള്ള നിയമങ്ങൾ മാറ്റും. ചെറിയ കുറ്റകൃത്യങ്ങൾ പോലും പരിഗണിക്കും. UKയിലേക്ക് കുടിയേറാൻ ശ്രമിക്കുന്നവരെ തടയാൻ പുതിയ നിയമങ്ങൾ കൊണ്ടുവരും. അപേക്ഷകർക്ക് അവരുടെ രാജ്യത്ത് പ്രവേശനങ്ങളില്ലെങ്കിൽ അവർക്ക് അഭയം നൽകുന്നത് തടയും. വിസ നിയമങ്ങൾ തെറ്റിക്കുന്നവർക്ക് പിഴ ഈടാക്കുകയോ മറ്റ് ശിക്ഷകൾ നൽകുകയോ ചെയ്യും. സ്ഥിരതാമസത്തിനുള്ള സമയം 10 വർഷമായി ഉയർത്തി. പോയിന്റ് അടിസ്ഥാനത്തിലുള്ള നിയമം സ്ഥിരതാമസത്തിനും പൗരത്വത്തിനും ബാധകമാക്കും. കൂടുതൽ വിസകളിൽ ഇംഗ്ലീഷ് ഭാഷാ പരിജ്ഞാനം നിർബന്ധമാക്കും. അപേക്ഷകരുടെയും അവരുടെ കുടുംബാംഗങ്ങളുടെയും ഭാഷാശേഷി പരിശോധിക്കും. നിലവിൽ പ്രാഥമിക ഇംഗ്ലീഷ് ഭാഷാ പരിജ്ഞാനമാണ് മാനദണ്ഡം. ഇത് മാറ്റി ഏറ്റവും ഉയർന്ന A ലെവലാക്കി ഉയർത്തും. തെറ്റില്ലാതെയും അധികം സമയമെടുക്കാതെയും ഇംഗ്ലീഷ് ഭാഷ പറയാൻ കഴിയുക എന്നതായിരിക്കും ഇനിയുള്ള ഒരു മാനദണ്ഡം. കൂടുതൽ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുമ്പോൾ തന്നെ മികച്ച വൈദഗ്ധ്യമുള്ള ആളുകൾക്ക് കൂടുതൽ അവസരങ്ങൾ നൽകും. ഇവയെല്ലാമാണ് പ്രധാനപ്പെട്ട മാറ്റങ്ങൾ. ഈ നിയമങ്ങൾ കുടിയേറ്റം കുറയ്ക്കാനും രാജ്യത്തിൻ്റെ സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടുത്താനും സഹായിക്കുമെന്നാണ് സർക്കാർ കരുതുന്നത്.